ആർ യു റെഡി? എന്താ മൊത്തത്തിലൊരു കിളിപോയ അവസ്ഥ? എന്താ ചോദിക്കാൻ പോണാവോ? ആ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടില്ല. എല്ലാം സീക്രട്ട് ആണ്. അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആള് പ്രിപ്പയർ ആവും. അപ്പം പ്രിപ്പയർ ആകണ്ട എന്ന് എഴുതിയിട്ട് എല്ലാം സീക്രട്ട് ആയിട്ട് വെച്ചിരിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്, ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു Q&A സെഷനാണ്. അതായത് അമ്മുവിൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, അമ്മുവിൻ്റെ ജീവിതം എങ്ങനെ പോകുന്നു, ഹാപ്പി ആണോ, എങ്ങനെയൊക്കെ വർക്ക് കാര്യങ്ങൾ എന്തൊക്കെയാണ്, പഠിപ്പ് കഴിഞ്ഞ് എന്തൊക്കെയാണ് കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട്. ഇതെല്ലാം വാട്സപ്പിൽ 1-2 പേര് ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പോൾ അതെല്ലാം ഞാനിവിടെ വാട്സപ്പിൽ തന്നെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോന്നോരോന്നായിട്ട് ചോദിക്കാൻ പോവുകയാണ്. ആർ യു റെഡി? എന്താ മൊത്തത്തിലൊരു കിളിപോയ അവസ്ഥ? എന്താ ചോദിക്കാൻ പോണാവോ? ആ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടില്ല. എല്ലാം സീക്രട്ട് ആണ്. അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആള് പ്രിപ്പയർ ആവും. അപ്പം പ്രിപ്പയർ ആകണ്ട എന്ന് എഴുതിയിട്ട് എല്ലാം സീക്രട്ട് ആയിട്ട് വെച്ചിരിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്, ഇപ്പോൾ വിനയമോൾ ഇപ്പോൾ 1ാം ക്ലാസ്സിലേക്ക് പോവുകയാണല്ലോ. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പം തിരക്കാണ്, രാവിലെ എണീറ്റ് പോക്ക്, കുട്ടീനെ ഒരുക്കൽ, പറഞ്ഞയക്കൽ, ഫുഡ് ഉണ്ടാക്കൽ, എങ്ങനെയാണ് മൃദുലയ്ക്ക് ഇതിനൊക്കെ സമയം കിട്ടുന്നതെന്നാണ് ഒരാൾ ചോദിച്ചിരിക്കുന്നത്. അതായത് വെരി സിമ്പിൾ. രാവിലെ അടുക്കള പണി ഞാനായിരിക്കും ചെയ്യണത്, കുട്ടീനെ ഒരുക്കണത് ഏട്ടനുമാണ്. അപ്പോൾ ഭക്ഷണം കൊടുക്കല് അതൊക്കെ അവൾ തന്നെ കഴിച്ചോളും. ആദ്യം ഞാൻ കൊടുത്തിരുന്നു, ഇപ്പോൾ അവൾ തന്നെ കഴിച്ചോളും. പിന്നെ ഏട്ടൻ്റെ അമ്മ ചിലപ്പോൾ കൊടുക്കും ഭക്ഷണം. അങ്ങനെ മാനേജായി പോവും. ജോലിക്ക് പോയിരുന്ന സമയത്ത് വീട്ടിലുള്ളപ്പോൾ ഓബ്വിയസ്ലി അപ്പോഴും കുട്ടീനെ ഒരുക്കുന്നത് ഏട്ടൻ തന്നെ ആയിരിക്കും. പിന്നെ അവൾക്ക് ഭക്ഷണം കൊടുക്കണം, മറ്റേ കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ നോക്കും. ഉണ്ണി എപ്പോഴും വീഡിയോയുമായി പിന്നാലെ നടക്കുമ്പോൾ അമ്മുവിന് എപ്പോഴെങ്കിലും ദേഷ്യം വരാറുണ്ടോ, അതോ ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നത് ഇപ്പോൾ ശീലമായോ? ഇടയ്ക്ക് ദേഷ്യമൊക്കെ വരാറുണ്ട്, ഇല്ലയെന്നും പറയാൻ വയ്യ. ഞാൻ നേരിട്ട് പറയാറുണ്ടല്ലോ, അത് ക്യാമറയിലും വീഡിയോയിലും വന്നിട്ടുണ്ടാവും. ഇപ്പം എടുക്കലെന്ന് പറയുന്നതൊക്കെ വീഡിയോക്ക് വേണ്ടിയല്ല, ശരിക്കും പറയുന്നത് തന്നെയാണ്. നമ്മൾ പ്രൈവറ്റായിട്ട് എന്തെങ്കിലും പറയണമെന്ന് വിചാരിക്കും, അതപ്പോൾ ക്യാമറ ആയിട്ട് വരും. സ്റ്റാർട്ടിങ്ങിൽ ഒരു ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു, പിന്നെ ഇപ്പോൾ യൂസ് ടു ആയി. ഓക്കെ. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത്, അമ്മയ്ക്ക് ഒരുപാട് പ്രായമായിട്ടുണ്ടല്ലോ, അപ്പോൾ അമ്മു ഒരുപാട് ചെറുപ്പമാണ്. അപ്പോൾ ഉണ്ണിയുടെ അമ്മയും അമ്മും തമ്മിലുള്ള ആ ഒരു ബന്ധം, ആ ഒരു കെമിസ്ട്രി എങ്ങനെയാണ്, എന്താണെന്നൊക്കെയാണ് ചോദിക്കുന്നത്. എന്ത് പറയാനാ കെമിസ്ട്രി? ഇപ്പോൾ ഏട്ടൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ പ്രായം 81 ആയി. അങ്ങനെ വരുമ്പോൾ എൻ്റെ അമ്മമ്മയുടെ മുത്തശ്ശിയുടെ പ്രായമാണ്, അമ്മമ്മയുടെ അടുത്ത. അങ്ങനെ വരുമ്പോൾ ഒരു ജനറേഷൻ ഗ്യാപ്പാണ്. അതിൽ കെമിസ്ട്രി എന്ത് പറയാനറിയില്ല എനിക്ക്. ഞാനൊരു മുത്തശ്ശിയെ പോലെയാണ് കാണുന്നത്. അമ്മ എന്ന് വിളിക്കുകയാണെങ്കിലും മുത്തശ്ശീനുള്ള ആ ലെവലിലായിരിക്കും ഞാൻ ട്രീറ്റ് ചെയ്യണത്. അപ്പോൾ കെമിസ്ട്രി എനിക്ക് എന്താ പറയാൻ അറിയുന്നില്ല. വീട്ടിൽ ഉണ്ണിയാണോ അമ്മുവാണോ കൂടുതൽ പാചകം ചെയ്യാറുള്ളത്? ഉണ്ണിക്ക് അമ്മ ഉണ്ടാക്കി കൊടുക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം, ഫുഡ് എന്താണെന്നാണ് ചോദ്യം. കൂടുതൽ ഉണ്ടാക്കണത് പണ്ട് കല്യാണം കഴിഞ്ഞ പുതിയതിലൊക്കെ ഞാൻ തന്നെ ആയിരുന്നു ഉണ്ടാക്കുന്നത്. പിന്നെ ഈയിടെയായിട്ട് ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങിയ ശേഷം, ഇപ്പോൾ 2ാം വട്ടം ജോലിക്ക് പോകാൻ തുടങ്ങിയ ശേഷം ഏട്ടൻ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. ഞാൻ രാവിലെ ഉണ്ടാക്കി വെച്ച് പോവും, വൈകുന്നേരം വന്ന് ട്യൂഷൻ എടുക്കും. അങ്ങനെ സമയം ഭയങ്കര ഹെക്റ്റിക്കായിട്ട് പോകുന്ന സമയത്ത് ഏട്ടൻ തന്നെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. ഈ കൂട്ടാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും, ഉപ്പേരി ഞാൻ ഉണ്ടാക്കും, കൂട്ടാൻ ഏട്ടൻ ഉണ്ടാക്കും, ചില ദിവസങ്ങൾ രണ്ടും ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ ഒരു ഹെൽപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റിയത്. പിന്നെ ഞാൻ ഉണ്ടാക്കുന്നതിൽ ഇഷ്ടപ്പെട്ടതെന്ന് പറയുമ്പോൾ ഞാൻ ചമ്മന്തി അരയ്ക്കും. അത് ഉള്ളി ചമ്മന്തി ആയാലും ശരി, ടൊമാറ്റോ ചട്നി, അല്ല തേങ്ങാ ചമ്മന്തി, അങ്ങനെ ആ ചമ്മന്തി വെറൈറ്റീസ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നോൺ വെജിൽ എന്തെങ്കിലും കുക്ക് ചെയ്താൽ അത് ഇഷ്ടപ്പെടും. വെജിൽ ഞാൻ അധികം ഒരു എക്സ്പേർട്ട് അല്ല. മൃദുലയുടെ ട്യൂഷൻ ക്ലാസുകൾ ഇപ്പോൾ എങ്ങനെ പോകുന്നു? കുട്ടികളെ പഠിപ്പിക്കുന്ന തിരക്കിനിടയിലും വ്ളോഗിങ്ങിൽ ഉണ്ണിയെ സഹായിക്കാൻ എങ്ങനെ സമയം കണ്ടെത്തുന്നു? ട്യൂഷൻ ക്ലാസ് ഇപ്പോൾ വെക്കേഷൻ ആണ്, ഇനി വേണം തുടങ്ങാൻ. വ്ളോഗിങ്ങിൽ ജോലിക്ക് പോകുന്ന സമയത്ത് എനിക്ക് സ്പെഷ്യലായിട്ട് അറ്റൻഷൻ ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല, പക്ഷേ ഇനി അതൊക്കെ കൊടുക്കണമെന്നുണ്ട്. ട്യൂഷൻ ക്ലാസ് ഇപ്പോൾ ഒരു 1-2 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. അവർ ഇപ്പോൾ മെയ് മാസം സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്.
അതറിയില്ല, നോക്കാം. ഉണ്ണിയോടൊപ്പം യാത്ര പോകാൻ അമ്മുവിന് വലിയ ഇഷ്ടമാണെന്ന് വീഡിയോകളിൽ നിന്ന് മനസ്സിലാക്കാം. ഇതുവരെ പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ്? അടുത്തതായി എവിടേക്കെങ്കിലും പോകാൻ പ്ലാൻ ഉണ്ടോ? ഞങ്ങൾ അങ്ങനെ പോയിട്ടൊന്നുമില്ല. ആകെ ഒരു 3-4 തവണ ഇങ്ങനെ ഒരു ഔട്ടിംഗ് എന്ന് പറയാനായിട്ട് പോയിട്ടുള്ളൂ. ഞങ്ങളിപ്പോൾ ഇടയ്ക്ക് പോയിട്ട് വരാനുള്ളത് ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു അടുത്തൊരു കടയ്ക്ക് പോവും, ഒരു റിലാക്സേഷൻ, വീട് വിട്ട് ഒരു 10 മിനിറ്റ് നിന്നാലും ഒരു വലിയൊരു ഇതായിട്ട് ഫീൽ ചെയ്യുന്ന സമയമാണ് ഇപ്പോൾ എനിക്ക്. അങ്ങനെ കടയ്ക്ക് പോവുക അങ്ങനത്തെ ഇതിൽ പോയിട്ട് വരും എന്നല്ലാതെ ഒരു 3-4 വട്ടം എൻജോയ് ചെയ്യുന്ന പോലെ പോയിട്ട് വന്നിട്ടുണ്ടെന്ന് പറയാം. ഈ PVR പോയിരുന്നു, അണ്ണാനഗറിൽ PVR മാൾ. അതിലെല്ലാം ചുറ്റി കാണാനാവട്ടെ, അങ്ങനെ മൂവി കണ്ടിട്ട് അങ്ങനെ ആ ടൈം സ്പെൻഡ് ചെയ്തു. കുട്ടി ഉണ്ടായിരുന്നു, കുട്ടീനും കൊണ്ടുപോയി, അവൾ ഭയങ്കര എൻജോയ് ചെയ്തു. അപ്പം അത് മെമ്മറബിൾ ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഒരു വട്ടം ചിൽഡ്രൻസ് പാർക്ക് കുട്ടിയായിട്ട് പോയി, അതിൽ അവൾ ഒരുപാട് എൻജോയ് ചെയ്തു. അവര് ചോദിക്കുന്നത് ലോങ് യാത്രകളായിരിക്കും, നമ്മൾ പോയ കൊടൈക്കനാൽ അങ്ങനത്തെ യാത്രകളായിരിക്കും. കൊടൈക്കനാണോ? അങ്ങനെയാണെങ്കിൽ കൊടൈക്കനാൽ പോയിട്ടുണ്ട്. അത് നല്ലൊരു മെമ്മറീസ് ഉണ്ട്. ഊട്ടി 5 ദിവസം പോയി നമ്മള്. പിന്നെ ഊട്ടിക്ക് ഇതുവരെ പോയിട്ടില്ല, ഊട്ടിക്ക് പോകണമെന്നുണ്ട്. വീഡിയോകൾക്ക് താഴെ വരുന്ന കമന്റുകൾ അമ്മു വായിക്കാറുണ്ടോ? പ്രേക്ഷകർ നൽകുന്ന ഉപദേശങ്ങളെയും സ്നേഹത്തെയും ഒക്കെ എങ്ങനെ കാണുന്നു? ശരിക്കും പറഞ്ഞാൽ എനിക്ക് സമയം കിട്ടുന്നില്ല കേട്ടോ. ഞാൻ കമന്റ്സ് അങ്ങനെ വായിക്കാറില്ല. ചേട്ടൻ കണ്ടിട്ട് എനിക്ക് എന്നോട് പറയും, അപ്പം ഞാൻ കാണും. അപ്പോൾ എന്തെങ്കിലും അഡ്വൈസ് പറയും. ഒരു കമൻസ് കണ്ടിരുന്നു, അതുപോലെ ചിരിച്ചൂടെ, ഇങ്ങനെ മുഖം ഇതാക്കി വെക്കേണ്ട, ചിരിച്ചൂടെ, സ്മൈലിംഗ് ഫേസ് ആയിട്ട് ഇരുന്നൂടെ എന്നൊരു കമൻറ്റ് ഞാൻ കണ്ടിരുന്നു. അതൊക്കെ ഒരു പോസിറ്റീവായിട്ടാണ് ഞാൻ കാണാറ്. ആക്ച്വലി ഞാൻ സ്കൂളിൽ പോയി വന്നിട്ട് ട്യൂഷൻ്റെ തിരക്കിലായിരിക്കും. അപ്പോഴായിരിക്കും വ്ളോഗിന് ഇത് വരിക. ആ കുട്ടികൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ മൈൻഡ് മൊത്തം അടുത്തതെന്നുള്ളതിൽ വരുമ്പോൾ ആ ഒരു സ്മൈലായിട്ട്, ഒരു പ്ലസൻറ്റബിൾ ആയിട്ടിരിക്കണം എന്നുള്ള തോട്ട് ആ സമയത്ത് എനിക്ക് വന്നില്ല. പക്ഷേ ഇനി ഞാനത് ശ്രദ്ധിക്കും. പക്ഷെ അതും നല്ലൊരു അഡ്വൈസ് തന്നെയായിരുന്നു. നല്ല പോസിറ്റീവായിട്ട് തന്നെ ഞാനത് കാണുന്നത്. ഉണ്ണിയെ ആദ്യമായി കണ്ടപ്പോഴുള്ള ഓർമ്മകൾ ഒന്ന് പങ്കുവെക്കാമോ? അന്നത്തെ ഉണ്ണിയും ഇന്നത്തെ വ്ളോഗർ ഉണ്ണിയും തമ്മിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? ആദ്യമായിട്ട് എന്നെ കാണാൻ വന്ന ദിവസം ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് എന്താ പറയുക, അന്നൊരു കുഞ്ഞു ചാനൽ, മൈൻഡ് വേവ്സ് ഉണ്ണി എന്ന് പറഞ്ഞ ഒരു കുഞ്ഞു ചെറിയ ചാനലായിരുന്നു. അധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നും ആയിരുന്നില്ല. അപ്പോൾ 194 പേരുണ്ടായിരുന്നുള്ളൂ അന്ന്. അതെ, അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ വ്ളോഗിങ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ സമയത്ത് ആണ് എന്നെ കാണാൻ വന്നതും മാരേജായി ഇത് എല്ലാം കഴിഞ്ഞതും. എന്നിട്ട് കുട്ടി ആയ ശേഷമാണ് വ്ളോഗിങ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ഒരു 1 year 1.5 years കൊണ്ടുപോയി തോന്നുന്നുണ്ട്. പിന്നെ സമയമില്ലാത്ത കാരണം എന്തോ ഒരു റീസണ് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. എന്നിട്ട് ഇടയ്ക്ക് വെച്ച് ഒരു ഷോർട്സൊക്കെ 2 ചെയ്തിരുന്നു. അപ്പോൾ കമൻസ് ഒരുപാട് വന്നിരുന്നു, ഇതുപോലെ ചെയ്യൂ, നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. ബട്ട് സമയമില്ല, വിട്ടു. പെട്ടെന്നൊരു മുഹൂർത്തത്തിൽ തോന്നിയ ഒരു തോന്നലാണ്. പിന്നെ നമുക്കത് റീസ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് റീസ്റ്റാർട്ട് ചെയ്തതാണത്. അത് എത്ര വർഷമായി? അത് 2021 നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, 2021. 4 years കഴിഞ്ഞിട്ട് ഈ വർഷം സ്റ്റാർട്ടിങ്ങിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ പോന്നു. അപ്പോൾ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ മൂപ്പര് വ്യത്യാസമായിട്ടൊന്നും കാണുന്നില്ല. ആദ്യമായിട്ട് വ്ളോഗ് എടുക്കുമ്പോൾ ഒരു ഷൈനെസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ പുറത്ത് പോകുമ്പോൾ ഇങ്ങനെ എടുത്ത് പറയുക, അതിലൊക്കെ ഒരു ചമ്മലായിട്ടും അതൊക്കെ അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതിൽ കുറച്ചൊരു വ്യത്യാസം കാണുന്നുണ്ട്. പിന്നെ പൊതുവേ ആള് ഇൻട്രോവേർട്ടാണ്, അധികം സംസാരിക്കില്ല. എന്നെ അങ്ങോട്ട് പുഷ് ചെയ്ത് കാര്യം സാധിക്കുന്നല്ലാതെ സ്വന്തമായിട്ട് വായ തുറക്കുകയില്ല. അടുത്ത ചോദ്യം, കുഞ്ഞുമക്കളുള്ള വീട്ടിൽ എല്ലാം വൃത്തിയായി സൂക്ഷിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അമ്മുവിന്റെ ആ ഒരു നീറ്റ്നെസ് സീക്രട്ട് ഒന്ന് പറയാവോ? ഇവിടെ ഉള്ള ഇത് എന്താന്ന് വെച്ചാൽ ഞാൻ പറയാം. ഞങ്ങളിവിടെ താഴത്തും മുകളിലുമാണ്. അപ്പോൾ ടു ബി ഫ്രാങ്ക്, ഇപ്പോൾ മുകളിലുള്ള ഞങ്ങളുടെ റൂമ് ഇത്ര വലിയ വീട് ദിവസം ക്ലീൻ ചെയ്യാൻ കുറച്ച് പാടായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഏട്ടൻ്റെ അമ്മ കുറച്ച് ഹെൽപ്പ് ചെയ്യും. അവർ താഴത്തുള്ള ഒരു റൂമും ഒരു ഹാള്
ഒരു കിച്ചൺ അതുണ്ട്. അവർ അത് അടിച്ചു വരും. ഞാൻ മുകളിലത്തെ സ്ഥലം വൈകുന്നേരം വന്ന് സമയം കിട്ടുമ്പോൾ ഞാനത് വൃത്തിയാക്കും. അങ്ങനെ ആവണതാണ്. അല്ലാതെ ഇതിനായിട്ട് സ്പെസിഫിക് ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യില്ല. ഇത്രയും വലിയ വീട് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ കഷ്ടം തന്നെയാണ്. ഹെൽപ്പ് ഇല്ലാതെ കഷ്ടം തന്നെയാണ്. ഈ വ്ളോഗിംഗ് ചാനലിനെ ഇത്രയധികം സ്നേഹിക്കുന്ന കാഴ്ചക്കാരോട് അമ്മുവിന് എന്താണ് പറയാനുള്ളത്? സ്ഥിരമായിട്ട് കാണുന്ന വ്യൂവേഴ്സോട് ഞാൻ അവരൊക്കെ എന്നെ ഫാമിലി ആയിട്ട് തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ തോട്ട്സൊക്കെ കമൻസിലൂടെ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ എന്തെങ്കിലും മാറ്റണോ അല്ല എന്തെങ്കിലും വ്യത്യാസം വരുത്തണോ അല്ല ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ, പോസിറ്റീവായാലും നെഗറ്റീവായാലും ഞങ്ങളെ ഇൻഫോം ചെയ്യണമെന്നുണ്ട്. സപ്പോർട്ട് ചെയ്യുക. വീട്ടിലെ കാര്യങ്ങളിൽ അവസാന തീരുമാനം എടുക്കുന്നത് ആരാണ്? ഉണ്ണിയാണോ അതോ അമ്മുവാണോ? സത്യസന്ധമായിട്ടുള്ള മറുപടി പ്രതീക്ഷിക്കുന്നു. അല്ല, ഞാനല്ല. ഒരു അഭിപ്രായം പറയുന്നല്ലാതെ ഡിസിഷനായിട്ട് ഞാനല്ല, ഏട്ടൻ തന്നെ എടുക്കുന്നത്. കഴിഞ്ഞോ? ഓക്കെ. ഒരു വ്ളോഗർ ആകുന്നതിന് മുമ്പുള്ള ഉണ്ണിയും ഇപ്പോഴത്തെ ഉണ്ണിയും തമ്മിൽ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? വ്ളോഗിംഗ് ഉണ്ണിയുടെ ജീവിതത്തെ എങ്ങനെയാണ് മാറ്റിയത്? വേറൊരാൾ വേറെ രീതിയിൽ ചോദിച്ചിരിക്കുക. സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നാ ചോദിക്കണം. സ്വഭാവത്തിന് ഒരു മാറ്റമില്ല. ഇൻട്രോവേർട്ട് തന്നെ. അതിലൊരു മാറ്റമില്ല. ആള് ഒരു ഹോട്ടലിൽ പോയിട്ട് ഇത് വേണമെന്ന് പറയാനും പോലും വായ തുറക്കില്ല. എന്നെ വെച്ച് പൂട്ടും. അത് പറയാന്ന് അത് സ്വന്തമായിട്ട് വായ തുറക്കുകയില്ല. അതാണ്. പിന്നെ അല്ല, സ്വഭാവം ചോദിച്ചതുകൊണ്ട് പറയാ. പിന്നെ വ്ളോഗിങ്ങിൽ ഞാൻ ഇത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ആദ്യം വ്ളോഗ് എടുക്കുമ്പോൾ ഒരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോൾ കുറച്ച് കുറഞ്ഞു. വിവാഹത്തിന് ശേഷം ഉണ്ണിയോടൊപ്പമുള്ള ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തോന്നിയ അല്ലെങ്കിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു നിമിഷം ഏതാണ്? ഉള്ളത് പറ. ഇയാളെന്തിനു ടെൻഷൻ അടിക്കണേ? ഇതൊക്കെ ഇടൂലോ ഇയാളിപ്പോ? ഇല്ല, ഇത് ഞാൻ കട്ട് ചെയ്തോളാം. നടുവിൽ ഇയാള് ആലോചിക്കണമെന്ന് ഞാൻ കട്ട് ചെയ്തോളാം. അങ്ങനെ ചോദിച്ചാല് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഞങ്ങൾ ഹണിമൂണ് പോയ ദിവസം, അത് നല്ല മെമ്മറബിൾ ആയിരുന്നു. മറക്കാൻ പറ്റാത്ത ദിവസമായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്തു. കൊടൈക്കനാലായിരുന്നു പോയത്. അവിടെ താമസിച്ച റിസോർട്ട് അത് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഇനിയൊരു ദിവസം ചാൻസ് കിട്ടിയ അതേ റിസോർട്ടിൽ അതേ റൂമിൽ തന്നെ പോയി സ്റ്റേ ചെയ്യണം എന്നുള്ള 214 ആയിരുന്നു. നല്ല ഒരു മെമ്മറബിൾ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പാചകത്തിനും ട്യൂഷനും വ്ളോഗിങ്ങിനും പുറമെ അമ്മുവിന് അധികം ആർക്കും അറിയാത്ത വല്ല ഹോബികളും ഉണ്ടോ? ഉദാഹരണത്തിന് പാട്ട് പാടാനോ ഡാൻസ് ചെയ്യാനോ ഉള്ള താല്പര്യം. പാട്ട് ഞാൻ ചെറുപ്പത്തിൽ ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചു. പക്ഷെ അത് കംപ്ലീറ്റ് ഒന്നും ചെയ്തില്ല. അപ്പോൾ ഇപ്പം എനിക്ക് ക്ലാസിക്കലോടല്ല, ബട്ട് നോർമലി ഒരു സോങ് വരുമ്പോൾ ഡാൻസ് കളിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഡാൻസ് കളിക്കാറുണ്ട്, ആരും കാണാതെ. പിന്നെ സ്കൂളിൽ ഒരു വട്ടം ടീച്ചേഴ്സിനായിട്ട് വെക്കുമ്പോൾ കളിച്ചപ്പോൾ എല്ലാവരും നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനത്തെ എക്സ്പീരിയൻസ് ആണ് എനിക്കുള്ളത്. ഈ ചാനലിനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് അമ്മു കാണുന്ന വലിയൊരു സ്വപ്നം എന്താണ്? വരും വർഷങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് പ്ലാൻ ചെയ്യുന്നത്? ഒരു വർഷത്തില് ഇനിയുള്ള ഫ്യൂച്ചർ ഇയേഴ്സിൽ വരുന്ന വർഷമല്ല. ഫ്യൂച്ചറിൽ ഇപ്പോൾ എന്താ പറയാ, നമ്മളെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ആളായി മാറണം. പിന്നെ ഈ ചാനൽ കുറച്ചും കൂടി നല്ല വളരണം. ഒരുപാട് പേര് ഈ ഫാമിലിയിൽ വരണം. ഒരുപാട് കമൻസ് നിങ്ങളുടെ അടുത്ത് നിന്ന് വരണം. അങ്ങനെ കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങളുണ്ട്. കുഞ്ഞല്ല, കുറച്ച് വലുത് തന്നെയാണ്. 15 ചോദ്യങ്ങളുണ്ട്. റാപ്പിഡ് ഫയർ ആണ്. 3 സെക്കൻഡ് സമയം തരും. അതിന്റെ ഉള്ളിൽ ആൻസർ ചെയ്യണം. റാപ്പിഡ് ഫയർ അങ്ങനൊക്കെ ഉണ്ട് ടി വി ചാനലില്. അപ്പൊ അതുപോലെ ഇയാൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ചായയോ കാപ്പിയോ? രണ്ടും ഇഷ്ടമല്ല. അടിപൊളി. മുന്നേ ഉണ്ടാക്കുന്ന ഭക്ഷണമാണോ അമ്മ ഉണ്ടാക്കുന്നതാണോ കൂടുതൽ ഇഷ്ടം? അമ്മ എന്ന് വെച്ചാല് എന്റെ അമ്മയായിരിക്കാം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, എനിക്കറിയില്ല. രണ്ടും പറഞ്ഞു. എനിക്ക് രണ്ടും ഇഷ്ടമാണ്. ഏട്ടൻ ദോശ മെലീസായിട്ട് ഉണ്ടാക്കി തരും കേട്ടോ. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുണ്ടാവില്ല. തിന്നായിട്ടും ക്രിസ്പായിട്ടും ഉണ്ടാവും. ഞാൻ ഉണ്ടാക്കണക്കാളും അത് എനിക്ക് വലുപ്പത്തിൽ അത്ര വലുപ്പം വരില്ല, പക്ഷെ ക്രിസ്പായിട്ടുണ്ടാവും. വലുപ്പം വരില്ല. പക്ഷെ ഏട്ടൻ വലുപ്പം ഉണ്ടാവും, നല്ല ക്രിസ്പായിട്ട് ഉണ്ടാക്കും. പിന്നെ ഏട്ടൻ്റെ അമ്മയുടെ എന്ന് പറയുകയാണെങ്കിൽ പുട്ട് നല്ല സോഫ്റ്റായിരിക്കും. പിന്നെ അവർ ഉണ്ടാക്കുന്ന ഉരുളക്കിഴങ്ങ് കൂട്ടാനുണ്ട്, അത് ഭയങ്കര ഇഷ്ടമാണ്. ബിരിയാണിയോ സദ്യയോ? ഏറ്റവും ഇഷ്ടമായതോ ബിരിയാണി. യാത്ര പോകാനോ അതോ വീട്ടിലിരിക്കാനാണോ? യാത്ര പോകാൻ. ചോദ്യം കംപ്ലീറ്റ് ചെയ്യേ വേണ്ട, അതിന് മുമ്പേ പറഞ്ഞു.
കൂടുതൽ കുറുമ്പ് കാണിക്കുന്നത് ആര്? വിനയമോളാണോ ഉണ്ണിയാണോ? രണ്ടും കണക്കാ. സിനിമയാണോ സീരിയലാണോ? എനിക്ക് സിനിമ. മഴക്കാലമാണോ അതോ വേനൽക്കാലമാണോ ഇഷ്ടം? രണ്ടും മോഡറേറ്റ് ആണ്. എക്സ്ട്രീം മഴയും ഇഷ്ടമല്ല, എക്സ്ട്രീം ചൂടും ഇഷ്ടമല്ല. ഷോപ്പിങ്ങിന് ഉണ്ണിയോടൊപ്പം പോകാനാണോ അതോ ഒറ്റയ്ക്ക് പോകാനാണോ ഇഷ്ടം? ഒറ്റയ്ക്ക് ഇഷ്ടമല്ല, ആരെങ്കിലും കമ്പനി വേണം. പാചകം ചെയ്യാനാണോ അതോ പാത്രം കഴുകാനാണോ കൂടുതൽ ഇഷ്ടം? അത് കുക്കിംഗ് തന്നെയാണ്. ഉണ്ണിയുടെ വ്ളോഗുകളിൽ ഏതാണ് കൂടുതൽ ഇഷ്ടം? ട്രാവൽ വ്ളോഗാണോ അതോ ഹോമിൽ, അതായത് വീട്ടിൽ ചെയ്യുന്ന വ്ളോഗാണോ? ട്രാവൽ വ്ളോഗ്. വീട്ടിലെ കാര്യങ്ങളിൽ ഉണ്ണിയുടേതാണോ അമ്മയുടേതാണോ കേൾക്കാൻ എളുപ്പം? ഏട്ടൻ തന്നെ. രാവിലെ നേരത്തെ എഴുന്നേൽക്കാനാണോ അതോ രാത്രി വൈകി കിടക്കാനാണോ? ഏതാണ് കൂടുതൽ ഇഷ്ടം? ഞാൻ ഏർലി റൈസറാണ്. രാവിലെ നേരത്തെ നീക്കാനുണ്ടായിരുന്നു, കുറച്ച് ദിവസമായിട്ട് അതൊക്കെ ഇല്ല. ഫേസ്ബുക്ക് ആണോ ഇൻസ്റ്റാഗ്രാം ആണോ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്? ഞാൻ രണ്ടും അധികം യൂസ് ചെയ്യില്ല. കൂടുതൽ ഏതാ യൂസ് ചെയ്യുന്നത്? ഫേസ്ബുക്ക്. ഫേസ്ബുക്ക് ആണോ? ഉണ്ണിക്ക് നൽകാൻ ഇഷ്ടമുള്ള വിളിപ്പേര്, ഇരട്ടപ്പേര് ഇടാൻ? ഞാൻ അങ്ങനെ ഇരട്ടപ്പേരൊന്നും വെച്ചിട്ടില്ലല്ലോ. കേൾക്കുന്നില്ല, അവർക്ക് പറയാം. ഞാൻ ഇരട്ടപ്പേര് അങ്ങനൊന്നും വെച്ചിട്ടില്ല ഇതുവരെ. വിളിക്കാൻ ഇഷ്ടമുള്ള എന്തെങ്കിലും പേരുണ്ടോന്ന് ചോദിക്കുക അവര്. ഞാന് എടാ ഏട്ടാന്ന് വിളിക്കും. ഒരു വാക്കിൽ നിങ്ങളുടെ ഈ കുഞ്ഞു കുടുംബത്തെ എങ്ങനെ പറയാം? ഒരു വലിയ ബ്ലെസ്സിങ് ആണെന്ന് പറയും. അത്രേ ഉള്ളൂ? ഒരു വാക്കാണല്ലോ അല്ലേ? ശരി ശരി, ഓക്കെ, ബ്ലെസ്സിങ്, ഫൈൻ. അപ്പൊ അത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇന്നത്തെ Q&A സെഷൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ. ടാറ്റാ.